വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിവിടെ മീൻകറി ഉണ്ടാക്കാൻ പോവാട്ടോ. രാവിലത്തെ കടിക്ക് വേണ്ടിയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അടുത്തടുത്തിരുന്ന വീഡിയോസിൽ എല്ലാത്തിലും ഒരേ ഡ്രസ്സ് കണ്ടിട്ട് കുളിക്കലും മാറ്റുന്നില്ല വിചാരിക്കേണ്ട. എല്ലാ വീഡിയോസും ഒരു ദിവസം എടുക്കുന്നതാണ്. 3-4 ദിവസം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആക്കിയത്, ചെറിയുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ തക്കാളി, 3 തക്കാളി അരച്ച് വെച്ചതാണ്. അപ്പോൾ അതവിടെ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ജീരകം ഇടും. അപ്പൊ ഉലുവ പൊട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം ഇട്ട് അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇടണം. നമ്മളതിൽ മഴ പെയ്തുപോലായി. ഇതാ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് മിക്സ് വെൽ വാടണ്ടേ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എത്ര സ്പൂണാണ്? 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മീൻകറിയൊക്കെ മല്ലിപ്പൊടി ഇടലുണ്ടെന്ന്. അത്ര 1/2 ടീസ്പൂൺ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അത് 1/2 ടീസ്പൂൺ. കശ്മീരി കിട്ടിയില്ല. നല്ല മിക്സ് ചെയ്യാം കേട്ടോ. അതാ സൈഡിൽ ഇതാ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിട്ടില്ല. ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വെള്ളം വറ്റിയിട്ട് കുറുക്കണം. എന്നിട്ടാ പുളി ഒഴിക്കാം. അപ്പൊ ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വെള്ളം വറ്റി കുറുകട്ടെ. എന്നിട്ടാണ് തക്കാളി വെക്കുകയെന്നാണ് ഷെഫ് പറഞ്ഞത്. ആ ഷോ മാറിപ്പോയി. പുളി വെക്കുന്നതെന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് വറ്റട്ടെ. തിളച്ച് വറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പുളി ഒഴിക്കാം. ഇത് പുളിയാ? ഇത് വാളംപുളി ലേശം വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് എന്നാൽ വേഗം പുളി പിടിക്കും കറിയിൽ. ഞാൻ ചായ വെച്ചതാന്ന് വിചാരിച്ചു, കളർ കണ്ടിട്ട്. ഉപ്പിട്ടില്ല. ഉപ്പ് ഇതവിടെ. ഞങ്ങൾ മാന്തൽ മീനാട്ടോ ഇടുന്നത്. മാന്തൽ മീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാമറ കൊണ്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഷെഫ് പകുതി മീൻ ഇട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ ഇതിവിടെ തിളക്കട്ടെ. നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ ചിരണ്ടിയ തേങ്ങയിൽ ചെറിയുള്ളിയും പിന്നെ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് തിളച്ച് നല്ല ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങ ഒഴിക്കാൻ. തേങ്ങ അവിടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞോ ഈ മാസം വേണ്ട, അടുത്ത മാസം തീർന്നിട്ട് വന്നു.
അപ്പോൾ നമ്മുടെ മീൻകറിയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ആവി ഇറക്കുന്ന കറിയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.